السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. നമ്മൾ സൂറത്ത് മുൽക്കിലെ 20 ആയത്തുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് അതിന്റെ മആനിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവി ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് 19ാമത്തെ ആയത്ത് മുതൽക്ക് ഓതി വരാം. ആ 2 ആയത്തിന് ശേഷമുള്ള ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. ما شاء الله بارك الله فيكم جميعا. أمن هذا الذي يرزقكم يرزقكم. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നിപ്പോകും. പക്ഷെ ഒന്ന് ഖാഫാണ്, മറ്റേത് കാഫാണ്.
യർസുഖുക്കും. പിന്നെ ഇൻ അംസക റിസ്ഖഹ്, അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹ് നമുക്കറിയുന്ന കുട്ടികൾക്ക് വേഗം മനസ്സിലാവും. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ഉതുവ്വിൻ വനുഫൂർ. അതുപോലെ അഫ മൻ യംശിനാൻ, അഫ മൻ യംശി, അതാണ് അഫ മൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. തയ്യിബ്. അമ്മൻ ഹാദാ, അതല്ല ഇവൻ ആരാണ്? അല്ലദീ യർസുഖുക്കും, നിങ്ങൾക്ക് ആഹാരം തരുന്നവൻ ആരാണെന്നാണ്. ഇൻ അംസക, അവൻ അള്ളാഹു പിടിച്ചു വെക്കുന്ന പക്ഷം. ഇതിന്റെ മുമ്പുള്ള ആയത്തുകളുടെ ഒരു ബാക്കിയായിട്ടാണ് അള്ളാഹു തആല കാര്യം പറയണത്. അതായത് അള്ളാഹു ഭക്ഷണം പിടിച്ചു വെക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആഹാരം തരുന്നവൻ ആരാണ്? റിസ്ഖഹു എന്നാണ്. റിസ്ഖഹു എന്ന് പറഞ്ഞാൽ അവന്റെ റിസ്ഖ്, ആഹാരം, അള്ളാന്റെ ആഹാരം. ഭക്ഷണം നൽകുന്നവൻ ആരാ? അള്ളാഹുവാണ്. ഖാലിഖും റാസിഖും ഒക്കെ അള്ളാഹുവാണ്. മക്കത്തെ മുശ്രിക്കുകൾ പോലും റാസിഖായി പഠിപ്പിക്കപ്പെട്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഖാലിഖ് അള്ളാഹുവാണ്, മുദബ്ബിർ അള്ളാഹുവാണ്. ഇമാം റാസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നൊരു വാക്കുണ്ട്, ലോകത്തൊരു മുശ്രിക്കും, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ പങ്കുചേർത്ത ഒരു മുശ്രിക്കും ലോകത്തുണ്ടായിട്ടില്ല എന്നാണ്. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം രണ്ടു കൂട്ടരെ കുറിച്ച്, അവരൊഴികെ. ഒന്ന് ഭാഗികമായി റുബൂബിയ്യത്തിൽ പങ്കുചേർത്തു എന്ന് പറയാവുന്നത് ഒന്ന് ഫിറഔനാണ്. ഫിറഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല. അങ്ങനെ ലോകത്ത് പറഞ്ഞ വേറൊരു ചരിത്രത്തിൽ ഒരാളില്ല. അതന്നെ വലിയ ചർച്ച ഉണ്ട്, അയാൾ എന്തുദ്ദേശിച്ചാ പറഞ്ഞ എങ്ങനെയാന്നൊക്കെ, അല്ലാഹു അഅലം. എന്തായാലും റുബൂബിയ്യത്തിൽ പങ്കുചേർത്തു എന്ന് പറയാൻ പറ്റിയത് ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ ഉള്ളൂ. അതുവരെ ഒരു മുശ്രിക്ക് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ പോലെ ഇങ്ങനെ അന്നം നൽകുന്ന, ഭക്ഷണം നൽകുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇവിടെ ചോദിക്കണത്, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ അള്ളാഹിനെ വിട്ടിട്ട് മറ്റ് ഇലാഹുകൾ എന്ന് വിളിക്കപ്പെടുന്നവരിലേക്ക് പോകുന്നത് എന്നാണ് വിഷയം. മർമ്മതാണ് അത്. ഉലൂഹിയത്തിൽ ശിർക്ക് വെക്കുന്നവർക്കെതിരെയാണ് ഇവിടെ സംസാരം. അപ്പോ രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞത് മജൂസികൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം മജൂസികളെ കുറിച്ച് പറഞ്ഞത് ഈ നിലക്ക, ക്ഷമിക്കണം, ഖദരിയാക്കൾ. രണ്ടാമത്തെ ഒരു വിഭാഗം ഭാഗികമായി റുബൂബിയത്തിൽ പങ്കുചേർത്തവർ എന്ന് പറയാവുന്നത് അഖീദയുടെ ഗ്രന്ഥങ്ങൾ ചർച്ചയായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ അഖീദത്തു തഹാവിയുടെ ഒക്കെ ഷറഹിൽ പഠിപ്പിക്കുന്നിടത്ത് കാണാൻ പറ്റും. എന്ത്? രണ്ടാമത്തെ ഒരു വിഭാഗം ഈ പറഞ്ഞ ആളുകളാണ്, ഖദരിയാക്കൾ. കാരണം എന്താ? അള്ളാഹുവിന് അങ്ങനെ ചിലതൊന്നും മുൻകൂട്ടി അറിയില്ല, അതൊക്കെ സംഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അതൊരർത്ഥത്തിൽ എന്താണ്? അള്ളാന്റെ ഖദറിൽ, അള്ളാന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കലാണ്. ഇത് അള്ളാഹ്ക്ക് അങ്ങനെ എല്ലാം അറിയില്ല എന്നൊരു നിഷേധം കൂടി അതിനകത്തുണ്ട്. ഇതൊക്കെ ഭാഗികമാണ്. എന്നാൽ പൂർണ്ണമായി ഒരാളും തന്നെ റുബൂബിയത്തിനെ നിഷേധിച്ചിട്ടില്ല, മക്കത്തെ മുശ്രിക്കുകളടക്കം. ഇവിടെ അവരോട് അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്കങ്ങനെ ഭക്ഷണം പിടിച്ചു വച്ചാൽ, അതാണ് ഇവിടെ ചോദ്യം. അള്ളാഹു തന്റെ ഉപജീവനം റിസ്ഖ് നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നവൻ ആരുണ്ട്? ലാത്തക്ക് കഴിയോ? ഇല്ല. മനാത്ത, ഹുബുല്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, കഅബാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങൾ എത്ര, അല്ലാഹു അലം. അവയുടെയൊക്കെ ബലിപ്രതിഷ്ഠകൾ, ബലിക്കല്ലുകൾ, 300 ചില്ലാനും ബലിക്കല്ലുകൾ പുറത്ത് ഓരോ ഇലാഹായി അവർ കാണുന്നതിന്റെയും അള്ളാഹ്ക്ക് പുറമെ അവർ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് എന്നുള്ളതാണ് അവരുടെ വാദം. അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന നേർച്ചക്കും അറവിനൊക്കെ അവരുപയോഗിക്കുന്ന ബലിക്കല്ലുകളെ പുറകിൽ അവര് പ്രതിഷ്ഠിച്ചു വെച്ച ആ ഇലാഹുകൾ അവർക്കത് സാധിക്കുമോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. സത്യനിഷേധികൾ, കാഫിറുകൾ, അതല്ലല്ലോ ആയത്തല്ലേ? അതാണ് ആയത്ത് അല്ല. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ബൽ ലജ്ജു എന്നാൽ അവർ ശഠിച്ചു നിൽക്കുന്നതാണ്. ഫി ഉതുവ്വിൻ, ധിക്കാരത്തിൽ, വനുഫൂർ, വെറുപ്പിലും. എന്നാൽ അവർ ധിക്കാരത്തിലും വെറുപ്പിലും ശഠിച്ചു നിൽക്കുകയാണെന്നാണ് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ.
അതിലൊന്ന് റാസിഖ് അള്ളാഹുവാണ് എന്നതാണ്. ആരാണ് റാസിഖ്? എന്താ റാസിഖ് കാരണം? മക്കൾ എന്താ റാസിഖ് കാരണം? എന്താ? അന്നം നൽകുന്നവൻ. റിസഖ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി, പ്രത്യക്ഷത്തിൽ നമ്മൾ അതാ പറയാ. റിസഖിന് വെറും ഭക്ഷണം നൽകുന്ന മാത്രമല്ല. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ നാമങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നിടത്ത് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് നിങ്ങളൊക്കെ പ്രായത്തിൽ ഓർമ്മയുണ്ട്. അല്ലാഹു ഖാലിഖൂന, അല്ലാഹു റാസിഖൂന, അങ്ങനെ എണ്ണി പഠിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. ഇന്നത്തെ കാലത്തിൽ ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല. കുറെ മുമ്പ് അങ്ങനെ എണ്ണി പഠിച്ചു. അവിടെ ഉണ്ട് അല്ലാഹു റാസിഖൂന. അള്ളാഹു ആണ് നമ്മുടെ റാസിഖ്, അന്നം നൽകുന്നവൻ അള്ളാഹുവാണ്. ഇതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. റാസിഖ് ആരാണ് എന്ന കാര്യത്തിൽ മക്കത്തെ മുശ്രിക്കരോട് അള്ളാഹു തആല ചോദിക്കുക, റാസിഖ് അള്ളാഹു ആണെങ്കിൽ അവനോട് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നതാണ്. അല്ലാതെ അവർക്ക് സംശയം ഉണ്ടായിട്ടല്ല ഈ പറയണത്. മക്കത്തെ മുശ്രിക്കുകൾക്ക് റാസിഖ് അല്ലാഹ് അല്ലാത്ത വേറെ ആരാണെന്നൊരു സംശയമില്ല. അള്ളാഹുവാണ് റാസിഖ് എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ വിട്ടിട്ട് മറ്റുള്ളവയിലേക്ക് തിരിയുമെന്നാണ് അത് ചോദിക്കുന്നത്. ഈ ആയത്ത് പഠിക്കുന്നിടത്ത് നമുക്ക് ചില ആയത്തുകൾ അതിന്റെ തഫ്സീറായി പഠിക്കാനുണ്ട്. അതിലൊന്ന് 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 24-ാമത്തെ ആയത്താണ്. അവിടെ എന്താണെന്നറിയോ? അള്ളാഹ് ചോദിക്കാൻ, ഖുൽ പറയ നബിയേ, ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ്. അപ്പൊ അവര് പറയും ഖുലില്ലാ. ചോദിക്ക നബിയെ, പറയ നബിയെ, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാകുന്നു? ഖുലില്ലാ, പറയുക അല്ലാഹു ആകുന്നു. അപ്പൊ അല്ലാഹു ആണ് റാസിഖ്. അതുപോലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 3-ാമത്തെ ആയത്തിൽ കാണാം. എന്ത്? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഫകൂൻ. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ഖ് നൽകാൻ അല്ലാഹു അല്ലാത്ത വല്ല ഖാലിഖുമുണ്ടോ? ചോദിക്കാണ്. അല്ലാഹു അല്ലാത്തൊരു ഖാലിഖുല്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നാണ്. റുബൂബിയത്തിന് മുന്നിൽ വെച്ച് ഉലൂഹിയത്ത് സ്ഥാപിക്കണം. ഇത് പല തലത്തും അള്ളാഹുവിന്റെ ഖുർആനിൽ പല സ്ഥലത്തും പല ശൈലിയിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചുകൊണ്ട് ഉലൂഹിയത്ത് പറഞ്ഞിട്ട് റുബൂബിയത്ത് വെച്ച് സ്ഥാപിക്കുന്നുണ്ട്. അതാണ് എന്ത്? യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലേ? അവിടെ ആദ്യം പറഞ്ഞെന്താ? അള്ളാഹനെ ആരാധിക്കണം. കാരണം എന്താ? നിങ്ങളെ പഠിച്ചവൻ നിങ്ങളുടെ മുൻഗാമികളെ പഠിച്ചവൻ. അപ്പൊ നോക്കി നിങ്ങള് അള്ളാഹുവിന്റെ ഖാലിഖ് എന്ന ആ വിശേഷണം പറയുന്നത് എപ്പോഴാണ്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് സമർപ്പിക്കണം എന്ന് കൽപ്പിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. കാരണം എന്താ? എന്നിട്ട് പിന്നെ അതിന്റെ താഴെ അവനാണ് ആകാശത്ത് വെള്ളം ചൊരിഞ്ഞിരുന്നവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട മേഖല പറയാം. അപ്പൊ ആദ്യം ഉലൂഹിയത്ത് പറഞ്ഞു, പിന്നെ റുബൂബിയത്ത്. ഇവിടെ പഠിപ്പിക്കുന്നത് റുബൂബിയത്ത് ആദ്യം പറയുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് പറയണത്? റബ്ബ് അല്ലാഹുവാണ് എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അവര് സമ്മതിച്ച കാര്യമാണ്. എന്നിട്ട് എന്താ പറയണത്? അതുകൊണ്ട് അവന് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ, അവന് മാത്രമേ നേർച്ച പാടുള്ളൂ, അവന് മാത്രമേ ബലി പാടുള്ളൂ, അവന് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. ഇത് തന്നെ സൂറത്ത് റൂം 30-ാം അധ്യായം അതിന്റെ 40-ാമത്തെ ആയത്തിലും കാണാം. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് അവൻ നിങ്ങൾക്ക് റിസ്ഖ് നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നെ അവൻ നിങ്ങളെ യുഹ്യീകും എഴുന്നേൽപ്പിക്കുന്നു എന്നാണ്. ഇത് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ മരിപ്പിക്കുന്നു, പിന്നീട് ജീവിപ്പിക്കുന്നു എന്നാണ്. ഇത് ഈ പറഞ്ഞത്, ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ജീവിപ്പിക്കലും മരിപ്പിക്കലും റിസ്ഖ് നൽകലുമൊക്കെ. നമ്മൾ ഈ ആയത്തിന്റെ തുടക്കത്തിലേ പഠിച്ചു. അളമത്തുല്ലാഹ് അള്ളാഹുവിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതേ ഇനത്തിൽപ്പെട്ടതാണ്, അവന്റെ ഖുദ്റത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഭക്ഷണം നൽകുക എന്നതൊക്കെ. എത്രത്തോളം വെച്ചാല് മഖാലീദുൽ ഉമൂർ എന്ന് പറയും. മഖാലീദുൽ ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ കടിഞ്ഞാൺ അള്ളാഹുവിന്റെ കയ്യിലാണ്. വേറെ ആർക്കും അതിലെന്തില്ല, ഒരു നിയന്ത്രണമല്ല.
കാര്യങ്ങളുടെ മുഴുവനും കടിഞ്ഞാൺ എവിടെയാണ്? അള്ളാഹുവിന്റെ അടുത്താണ്. എത്ര അധ്യായം സൂറത്ത് ശൂറ അതിന്റെ 12-19 ആയത്ത്, 39 അധ്യായം സൂറത്ത് സുമർ 52 ആയത്ത്, 11 അധ്യായം സൂറത്ത് ഹൂദ് 6 ആയത്ത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹു മാത്രമാണ് റിസ്ക് ഉടമപ്പെടുത്തിയവൻ. ഇത് അള്ളാഹു എന്താ പറയാ ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. ഉദാഹരണം അള്ളാന്റെ കിതാബാണ്. നമ്മൾ എന്തിനാ ഈ ഖുർആൻ ഓതി പോണെന്നറിയോ? അത് വെറുതെ ഇങ്ങനെ കൂലിയിട്ടാൻ വേണ്ടി മാത്രമല്ല. ഓതിയ കൂലിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു അക്ഷരത്തിന് 10 ആണ്, അപ്പൊ അത്രയും കൂലി കിട്ടും. പക്ഷെ അതിനപ്പുറത്തേക്ക് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് ബോധ്യാകുമ്പോഴേ ഈമാനിൽ സിയാദത്തുണ്ടാകൂ, തഖ്വയുണ്ടാകൂ, യഖീൻ ഉണ്ടാകൂ എന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് യഖീനൊക്കെ കുറയണമെന്ന് വെച്ചാൽ ഈ പറയണത് എന്താന്ന് മനസ്സിലാക്കാത്തോണ്ടാ. വല്ലാഹി ഞങ്ങളോട് പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹെങ്കിലും നിങ്ങൾ ശരിക്കും നമ്മളിവിടെ പഠിച്ചു പോയതാണ്, അതുകൊണ്ട് ഞാനത് പറയണില്ല. നമ്മുടെ മനസ്സിൽ ശരിക്കുണ്ടെങ്കിലേ കണ്ണെന്നൊരിറ്റ് കണ്ണുനീരിറ്റാതെ അത് ഓതി തീർക്കാൻ നമുക്ക് കഴിയൂല. വല്ലാഹി കഴിയില്ല. നമ്മൾ ഓതിപ്പോണ പല ആയത്തും, ഇപ്പൊ ഇമാം ഓതിയ പല ആയത്തും ശരിക്കും നിങ്ങൾ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി, ആശയമൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊന്ന് അമലാക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് കണ്ണ് നിറയും, ഖൽബ് പടക്കും, നെഞ്ച് പടക്കും. അപ്പോഴാണ് അസീസിൽ മിർജൽ, ഒരു പാത്രം ഇങ്ങനെ മൂടി തിളക്കുന്ന ഒരു ചെമ്പിന്റെ അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ മീതെ അതിങ്ങനെ തിളക്കുമ്പോൾ അത് ഇങ്ങനെ ഇളകുന്ന ആ ശബ്ദം ഉണ്ടല്ലോ. നബി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഇരുന്നു. അത് വരണമെങ്കിൽ അങ്ങനെ വേണം. അബൂബക്കർ സിദ്ദീഖ് നിസ്കരിക്കാൻ നിന്ന് അങ്ങനെ ഇരുന്നു. റജുലുൻ റഖീഖുൻ ഗലബഹുൽ ബുക്കാ, ദുർബലമായ മൃദുലനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഖുർആൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കളയും, അതിജയിക്കും, കരച്ചിൽ അദ്ദേഹത്തെ അധീനപ്പെടുത്തുമെന്നാണ്. അല്ലാഹു അക്ബർ. അങ്ങനത്തെ ഒരു ദർജയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ഇത്ര കൊല്ലായി നമ്മളിതൊക്കെ ഓതാൻ തുടങ്ങിയിട്ട്. എന്നപ്പം നമുക്ക് ഇതൊക്കെ കിട്ടുക? ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ആലോചിച്ചോക്കണ്ടേ? എന്നപ്പം എന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാ നമ്മൾ ആലോചിക്കൂലേ? പഠിച്ചവൻ എത്ര കാലം കൊടുക്കും, എനിക്കൊരു പുരോഗമനമൊന്നും ഉണ്ടാവൂലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഭൗതികമായിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കും, എത്ര കാലായി ഇത് മുന്നിൽ കാണാൻ തുടങ്ങിയിട്ട്. 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ വയസ്സിലുള്ള ഓർമ്മയുണ്ട്. ഉമ്മി ഇപ്പൊക്കെ ഖുർആൻ ഓതണ് അന്ന് കേൾക്കാൻ തുടങ്ങിയതാണ്. 5-ാമത്തെ വയസ്സിൽ എന്റെ അവസ്ഥ പറയാ, 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർത്തി അന്ന് ഖുർആൻ കേൾക്കാൻ തുടങ്ങിയതാണ്. പിന്നീടുള്ള ദർസ് ജീവിത കാലഘട്ടത്തിലും ശേഷമുള്ള കാലഘട്ടത്തിലും ഇതാ ഇപ്പോഴും ഖുർആൻ കേൾക്കാണ്. എന്നിട്ടും എന്റെ മനസ്സിനകത്തതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ എനിക്കെന്തോ തകരാറുണ്ട്. പ്രിയമുള്ളവരെ, എനിക്കെന്തോ തകരാറുണ്ട്. ആ തകരാറ് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അത് പരിഹരിക്കാതെ നമ്മൾ എന്ത് ആലിമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആളുകൾ എങ്ങനെ വെച്ചാല് കുറെ വായിച്ച് കുറെ ബഹർ ഇങ്ങനെ വിളമ്പിച്ച ഇൽമാകും ദീനാകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നല്ല. പഠിച്ചതൊരായത്താണെങ്കിലും അത് പ്രയോജനത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓനാണ് ആലിമ്. അള്ളാഹു നമ്മളെ ആലിമുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓക്കെ, ഇനി അത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരണ്ട. അള്ളാഹുവാണ് മഖാലിദുൽ ഉമൂർ, കാര്യങ്ങളുടെ കടിഞ്ഞാൺ അവന്റെ കയ്യിലാണ്. ഇത്രയും പറഞ്ഞപ്പോ ഈ ആയത്തിന് വിവരണം നൽകുന്നത് നമ്മൾ സാധാരണഗതിയിൽ അല്ലാമ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിനെയാണ് നമ്മൾ അവലംബിക്കാറുള്ളത്. അദ്ദേഹം ഈ ആയത്തിന് തഫ്സീർ പറയാണ്. എന്താണ്? അമ്മൻ, അല്ലെങ്കിൽ ആരാണ്? ഹാദാ അല്ലദീ യർസുഖുക്കും, നിങ്ങൾക്ക് ആഹാരം തരുന്ന ഇവൻ ആരാണ്? ഇൻ അംസക റിസ്ഖഹു, അവന്റെ ആഹാരം അവൻ പിടിച്ചു വച്ചാൽ, അല്ലെങ്കിൽ ഇവൻ ആരാണ് നിങ്ങൾക്ക് ആഹാരം തരാൻ? അതായത് നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ആരാണ് ആഹാരം തരാൻ? അതെ, അള്ളാഹു അവന്റേതായ ആഹാരം നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾക്ക് ആഹാരം തരാൻ കഴിയുമോ? ഇല്ല. അതാണ് ശരി. അതായത് അങ്ങനെ പറഞ്ഞാൽ അറബികൾ പറയുന്നത് ഇതിന്റെ ഒരു ചെറിയ ഖുലാസ അവര് പറയും, അതന്നെത് അല്ലമ സഅദി പറയാണ്, റിസ്ഖ് എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ഫലൗ അംസക അൻകും റിസ്ഖഹ, അല്ലാഹു നിങ്ങളിൽ നിന്ന് റിസ്ഖിനെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഫമനില്ലദീ യുർസിലുഹു ലക്കും, നിങ്ങൾക്ക് പിന്നെ ആരാണ് അത് അയച്ചു തരിക? ആ ഭക്ഷണം നിങ്ങൾക്ക് ആരാണ് തരിക? ഫഇന്നൽ ഖൽഖ ലാ യഖ്ദിറൂന അലാ റിസ്ഖി അൻഫുസിഹിം, സൃഷ്ടികൾക്ക് അവർക്ക് സ്വന്തമുള്ള റിസ്ഖ് സൃഷ്ടിക്കാൻ തന്നെ കഴിയുകയില്ല. അവനാന്റെ ആവശ്യത്തിന് റിസ്ഖ് സൃഷ്ടിക്കാൻ ആർക്ക് കഴിയൂല? സൃഷ്ടികൾക്ക് കഴിയൂല. കാരണം ആര് തന്നതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ? അള്ളാഹ് തന്നതേ ഉള്ളൂ.
നമ്മളെ വക ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ദുനിയാവില്? നമ്മളെന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ധാന്യമണി പോലും നമ്മൾ ആരും ഉടമപ്പെടുത്തുന്നില്ല. അത് അള്ളാന്റെതാണ്. ഇത് റബ്ബ് എത്ര ഹൃദ്യമായിട്ട് ഒരു ഭാഗത്ത് ചോദിക്കുന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 60-ാമത്തെ ആയത്തില് അല്ലാഹു തആല പറയാണ്, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട്. സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട്. അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അല്ലാഹുവാണ് അവർക്ക് വഈശത്ത് നൽകുന്ന ഉപജീവനം നൽകുന്നത്, നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. വഹുവസ് സമീഉൽ അലീം. അവനാണ്, അള്ളാഹുവാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവെന്ന്. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നതാണ്. ഫകൈഫ ബിഗൈരിഹിം. ഇമാം സഅദി ചോദിക്കാണ്, എന്നിട്ടല്ലേ മറ്റുള്ളവർക്കുള്ള റിസ്ക് കണ്ടെത്താൻ കഴിയുക? നിങ്ങൾക്കുള്ള തന്നെ കണ്ടെത്താൻ പറ്റൂല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ളത് കണ്ടെത്താൻ പറ്റും? അതുകൊണ്ട് അത് അള്ളാഹു തരണം. ഫർറസാഖുൽ മുൻഇം. അനുഗ്രഹം ചെയ്യുന്ന റിസ്ക് നൽകുന്നവനാണവൻ. അല്ലദീ, എങ്ങനത്തെ റസാഖാണ്? ലാ യുസീബുൽ ഇബാദു. ഇബാദ് അടിമകൾ എത്തിക്കുന്നില്ല നിഅമതൻ, ഒരനുഗ്രഹവും ഇല്ലാ മിൻഹു, അവനിൽ നിന്നല്ലാതെ, അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരടിമക്ക് ഒരനുഗ്രഹവും എത്തുന്നില്ല. സ്വന്തമായി റിസ്ക് ഉടമപ്പെടുത്തുന്നില്ല. ആര് നൽകുന്നതാണ് റിസ്ക്? അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവനാ. ഇതിനൊരു മറുവശം കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ദുനിയാവിൽ ആരെയും പേടിക്കേണ്ടതില്ല. സത്യം പറയുന്നതിന്റെ പേരിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ? എന്റെ റിസ്ക് മുടക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല. കാരണം എന്താ? ഓനല്ല എനിക്ക് റിസ്ക് തരുന്നത്. ഞാൻ പറഞ്ഞാണ് കേട്ടില്ലെങ്കിൽ പോരേന്നാണ് ഇറങ്ങിപ്പോണ്ടിരുന്നത് ചിലപ്പോ വാപ്പ ദേഷ്യം പിടിച്ചാൽ. നല്ല കാര്യത്തിലാണെങ്കിൽ ശരിയാണ്, വേറെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലോ ഒരു പേടിയും പേടിക്കണ്ട. കാരണം എന്താ? ബാപ്പല്ല റിസ്ക് നൽകുന്നവൻ, ബാപ്പാക്ക് റിസ്ക് നൽകിയ അള്ളാഹുവാണ്. അത് പേടിക്കേണ്ട ആവശ്യമല്ല. അങ്ങനെ ചില ആൾക്കാർക്ക് പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യം നടക്കൂലേ, പേടിച്ചു നിൽക്കും. ഇല്ല, ഹക്ക് പറയാം, അത് റിസ്ക്കിന് തടസ്സാവൂല. ഹക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റിസ്ക് തടയപ്പെടും മേലെന്നുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുവല്ലദീ യസ്തഹിഖു അൻ യഫ്റദ ബിൽ ഇബാദ. ഇമാം സഅദി പറയാണ്, അടിമകൾക്ക് റിസ്ക് നൽകുന്ന ആൾ മാത്രമാണ് ഇബാദത്തിന് തനിച്ചവൻ. ഇതവിടുത്തെ മർമ്മം. അതുകൊണ്ട് നീ നിന്റെ റിസ്ക് ഉടമപ്പെടുത്തുന്നില്ല, നീ മറ്റുള്ളവരുടെ റിസ്ക്കും ഉടമപ്പെടുത്തുന്നില്ല. പിന്നെ നിന്റെ റിസ്ക്കും മറ്റുള്ളവരുടെ റിസ്ക്കും ഉടമപ്പെടുത്തുന്നവനാരാണ്? റസ്സാഖായ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അതാണ് ഇതിന്റെ പോയിന്റ്. അല്ലാതെ വെറുതെ ഓതിപ്പോകളല്ല. എന്തിനപ്പി ആയത്ത് ഓതുന്നത്? അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് സമർപ്പിക്കാനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് ഇതിന്റെ അസ്ല്. എന്തിനാ ഈ ആയത്ത് ഓതുന്നത്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്നത് സ്ഥാപിക്കാനാണ്. എന്തിനാണ് ഈ ആയത്ത് ഓതുന്നത്? എന്തിനായത്തോതുന്നത്? വളരെ കൃത്യമാണ്. സൂറത്ത് മആരിജ്, ക്ഷമിക്കണം, എന്താ പറയാ, നമുക്കെല്ലാവർക്കും അറിയുന്ന വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതന്നെയാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അല്ലാഹ് റുബൂവിയ്യത്ത് പറഞ്ഞിട്ട് ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കണം. അതാണ് ഇമാം സഅദി വിശദീകരിച്ചത്. എന്നാൽ വലാകിന്നൽ കാഫിറൂന, കാഫിറുകൾ അവരെ പ്രകാരാണ് ബൽ ലജ്ജു ഐ ഇസ്തമറു. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും കാഫിറുകൾ തുടർന്നു. ഫീ ഉതുവിൻ, ധിക്കാരത്തിലാണ്. അള്ളാഹുവാണ് റാസിഖ് എന്ന് മനസ്സിലാക്കിയത് അംഗീകരിച്ച ധിക്കാരികൾ അഥവാ മക്കാ മുശ്രിക്കുകൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങളിലെ കുഫാറുകൾ. എന്നിട്ടും അവർ തുടർന്നു എന്തിൽ? ധിക്കാരത്തിൽ. അങ്ങനെ പറഞ്ഞാൽ ഖസ്വത്തിൻ വഅദമിൻ ലീനിൽ ലിൽ ഹഖ്, സത്യത്തെ
സത്യത്തെ മൃദുഭാവനയിൽ അവർ കണ്ടില്ല. പരുഷമായിട്ട് ക്രൂരമായിട്ടാണ് അവർ സത്യത്തെ എതിരേറ്റത് എന്നർത്ഥം. അവര് സത്യത്തോട് ഒരു താല്പര്യം കാണിച്ചില്ല. ഹക്കിനോട് അവർക്കൊരു മൃദു സമീപനം ഉണ്ടായില്ല. വളരെ പരുക്കനായി പരുഷമായിട്ട് അന്റെ ആശയം ഇവിടെ വേണ്ട, അന്യം ഇവിടെ വേണ്ട. നാടൻ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടുണ്ട്? അങ്ങനെ അനുഭവപ്പെടും. തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, കുറച്ചപ്പുറത്ത്. അതിന്റെ പരിസരത്ത് കൂടി ഇങ്ങനെ നിങ്ങൾ ചെറിയൊരു കടലാസ് നോട്ടീസൊക്കെ ആയിട്ട് ഇറങ്ങി നോക്കി. ചിലപ്പോ മൂത്താപ്പാന്റെ മോനെന്നെ കേൾക്കാരം, ആ നിന്റെ കാര്യപ്പെട്ട സുഹൃത്തട്ടോ, അതുകൊണ്ട് മൂപ്പരെ പേര് ഞാൻ പറഞ്ഞത്, സൈനോ എന്റെ ആശയം അവിടെ വെച്ചാതി, ഈ പഠിക്കുന്ന ഇങ്ങോട്ട് കാരണം ചായ കുടിച്ച് പോയിക്കോ, അതവിടെ വെച്ചാതി, അതും എനിക്ക് കേൾക്കണ്ട, അന്നോട്ട് കാണും വേണ്ട അല്ലേ? കേക്ക. അതന്നെ ഇവിടെ ഉണ്ടായത്. നബിമാരോട് ഒരു പരുഷമായിട്ടാ പെരുമാറിയത്. നബിമാരുടെ ആദർശവുമായി കടന്നു വന്നവരോടൊക്കെ പരുഷമായിട്ടാണ് പെരുമാറുക. ഒരു എന്താ പറയാ മൃദുത്വവും സത്യത്തോട് അവർ കാണിച്ചില്ല എന്ന് ഇമാം സഅദി ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ, സുബ്ഹാനക അദീം, അത് കൽബിൽ ഇങ്ങനെ തറക്കണ വാക്കുകളാണ്. എത്ര രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞറിയാം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യത്തെ അവർ എതിരേറ്റത്, വരവേറ്റത്. നമ്മൾ പറയില്ലേ, ഹക്കുമായിട്ട് ലോകത്തേക്ക് ഇറങ്ങിയാൽ ചുവന്ന പരവതാനികൾ വിരിച്ചാളുകൾ കാത്തു നിൽക്കില്ല, എറിഞ്ഞൊടിക്കും, കൂക്കി വിളിക്കും, പരിഹസിക്കും, ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കും, ഫിത്നക്കാരനാണെന്ന് പറയും. അതല്ലേ ആദ്യം തന്നെ 1-ാം തീയതി ഏത് ഇസ്ലാമിന്റെ പൂർത്തീകരണവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തിയിട്ട് രഹസ്യ പ്രബോധനം കഴിഞ്ഞ് പരസ്യ പ്രബോധനം, അള്ളാന്റെ റസൂൽ സൊഫന്റെ മോള് കയറിയിട്ട് കുടുംബക്കാരെ മുഴുവനും വിളിച്ചു. എല്ലാരും വന്നു. ആ കൂട്ടത്തിൽ അബൂലഹബ് ഉണ്ട്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഉസ്സ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. നല്ല തെളിഞ്ഞ മുഖമുള്ള, അബ്ദുൽ മുത്തലിബിനെ പോലെ ഭംഗിയുള്ള റസൂലുള്ളാഹിയുടെ മൂത്താപ്പ. അവസാനം എന്താ പറഞ്ഞത്? നബി ഹക്ക് പറഞ്ഞപ്പോ, മുഹമ്മദ് അലിഹാദാ ജമാഅത്തന, നിനക്ക് നാശം, നീ ഞങ്ങളുടെ ജമാഅത്തിന് ഐക്യത്തെ തകർക്കാനാണോ വന്നത് എന്നാ ചോദിച്ചു. ഇതന്നെയാണ് ഇമാം സഅദി ഈ വാക്കിൽ ഉൾക്കൊള്ളിച്ചത്. ഖസ്വത്തിൻ വഅദമി ലീനിൽ ലിൽ ഹഖ്. സത്യത്തെ മൃദുഭാവനയിൽ അവർ കണ്ടില്ല, ലളിതമായ ഒരു ഹക്ക് സ്വീകരിച്ചില്ല, പരുഷമായ ഹക്കിനെതിരെ തിരിഞ്ഞു. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. കുഫറിനെതിരെയാണ് ശരിക്കും പരുഷമായിട്ട് നിലനിൽക്കേണ്ടത്, ശിർക്കിനും കുഫറിനെതിരെ. ആ ശൈലി അവരിങ്ങോട്ടപ്പെടുക്കണം. അപ്പൊ നമ്മൾ മുബ്തദി എന്ന് പറയും. സത്യത്തിൽ മുബ്തദി ആരാ? അല്ലേ? നമ്മള് മുബ്തദിയാ. ശരിക്കും മുബ്തദി ആരാ? അതാണ്. നമ്മളോരോട് ഞാൻ സോപ്പിടുന്ന് നോക്കും. ശരിക്ക് പരുഷമായിട്ട് നിൽക്കേണ്ടത് ആരോടാ? ഓലോടാണ്. കാരണം ഓല ഹക്കിലല്ല, നമ്മൾ ഹക്കിലാണ്. പക്ഷെ ഹക്കിലുള്ളവരാണ് എന്നും ബാത്തിലുള്ളവർ പരുഷമായിട്ട് പെരുമാറുക. അത് ഇന്ന് മാത്രമല്ല, ഇന്നും ചരിത്രം എങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വനുഫൂർ വഫി ഉതുവിൻ, അവർ ധിക്കാരത്തിലാണ്, വനുഫൂർ വെറുപ്പിലുമാണ്. ഈ സത്യവുമായി വന്നവരോട് അവർക്ക് വെറുപ്പുണ്ട്. ഐ ശുറൂദുൻ അനിൽ ഹഖ്, സത്യത്തെയും വിട്ട് ഓടിപ്പോകുക, അത് തെറിച്ചു പോവുക. അതാണ് ഇവിടെ നുഫൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തെയും വിട്ടിട്ട് അവർ ഓടിപ്പോ. അത്ര വെറുപ്പാണ് അവർ. കേൾക്കണ്ട, കാണണ്ട, ഇങ്ങോട്ട് വരണ്ട, വിട്ടുപോകുന്നു പറയുന്ന രീതിയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ ഇമാം സഅദി പറഞ്ഞത് ഈ ഒരു ആയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ ആയത്തിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് റിസ്ഖിനെ എന്ത് നൽകുന്നവൻ, ആ റിസ്ഖ് ആളുകൾക്ക് എത്തിക്കുന്നവൻ, ആ റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നവൻ. അതുകൊണ്ട് ആ റബ്ബിനെ വിട്ടിട്ട് റബ്ബല്ലാത്തൊന്നിലേക്ക് നീ തിരിയരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കണം. ഇനി നോക്കൂ, വീണ്ടും അല്ലാഹു തആല പറയണം, അഫ മൻ, അപ്പോൾ ഒരുത്തനോ. ഇനി റബ്ബ് ഒരു ഉദാഹരണം പറയാം. യംശി, അവൻ നടക്കുന്നു. മഷി, യംശി. മുഖിബ്ബൻ, എങ്ങനെ നടക്കുന്നത്? മറിഞ്ഞു വീണിട്ട്. എന്തുമല്ല അവൻ മറിഞ്ഞത്? അലാ വജ്ഹിഹി, അവന്റെ മുഖത്തിന്മേൽ. അഹ്ദാ, കൂടുതലായി നേർമാർഗം പ്രാപിച്ചവൻ. അതായത് അല്ലാഹു പറയാണ്, അപ്പോൾ തന്റെ മുഖം കുത്തി അല്ലെങ്കിൽ താഴ്ത്തി നടക്കുന്നവൻ ആണോ കൂടുതലായി നേർമാർഗം പ്രാപിച്ചവൻ? അമ്മയംശി, അതോ നടക്കുന്നവനോ? രണ്ടാളെ കുറിച്ച് പറയാൻ ഉപമയാണ്, ഒരാളും വേറൊരാളും. മുഖം കുത്തി നടക്കുന്നവനാണോ നിർമാർഗം പ്രാപിച്ചവൻ? അതല്ല. സവിയൻ, നേരെ നടക്കുന്നവനാണോ?
ഏതിലൂടെ? അലാ സിറാത്തി മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ. അതായത് ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ആഖിറത്തെ വിസ്മരിച്ച് സത്യത്തിനെതിരെ തിരിഞ്ഞു നടക്കുന്ന ഒരാളാണോ നേർമാർഗത്തിലുള്ളവൻ? അതല്ല. ചൊവ്വായ പാതയിലൂടെ പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനാണോ സിറാത്തുൽ മുസ്തഖീമിൽ? അല്ലാഹു തആല ഈ ആയത്തിലൂടെ ചോദിക്കണതാണ്. അതാണ് അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തി മുസ്തഖീം. ഈ ആയത്തിനെ നമ്മൾ പഠിക്കുന്നിടത്ത് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒന്ന്, ഈ അല്ലാഹു തആല ഈ ആയത്തിൽ 2 കൂട്ടരുടെ ഉപമയെ അറിയിക്കുകയാണ്. അതായത് മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഉപമ. ഈ കൂട്ടത്തിൽ ഈ ആയത്തിൽ പറയുന്നത് 2 വിഭാഗത്തെ കുറിച്ചാണ്. ഒന്ന് മുഅ്മിനാണ്, മറ്റൊന്ന് കാഫിറാണ്. അതായത് മുശ്രിക്കും മുവഹിദും. അതായത് ലലാലത്തിൽ ജീവിക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല, നേർമാർഗത്തിൽ ശരിക്ക് നടക്കുന്നവനാണോ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അതിൽ തഫ്സീർ നൽകിയത്. വഴി തെറ്റിപ്പോയവനാണോ നേർമാർഗത്തിലുള്ളത്? അതല്ല, നേർമാർഗത്തിൽ നടക്കുന്നവനാണോ ശരിക്ക് നടക്കുന്നവൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇമാം സഅദി ചോദിച്ചത്, അയ്യു റജുലൈനി അഹ്ദ, ഈ പറഞ്ഞ 2 ആളിൽ ആരാണ് ഏറ്റവും സന്മാർഗിയായിട്ടുള്ളത്? മുഅ്മിനാണോ അതല്ല മുശ്രിക്കാണോ? അല്ലെങ്കിൽ മുവഹിദാണോ അല്ലെങ്കിൽ മുശ്രിക്കാണോ? മൻ കാന താഇഹൻ ഫിദ്ദലാൽ, ഒരുത്തൻ, കൂട്ടത്തിൽ ഒരുത്തനെ പറയാൻ, ഒരുത്തൻ അവൻ ദുർമാർഗത്തിൽ അങ്ങ് അതപ്പതിച്ചു. ഇവിടെ താഇഹൻ എന്നൊക്കെ പറഞ്ഞ ശരിക്ക് ആണ്ടുപോയി എന്നാണ്. അതിലങ്ങോട്ട് താഴ്ന്നുപോയി, അല്ല ചളിയിൽ പൂണ്ടുപോയി എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനെ ആണ്ടുപോയി. ഗാരിഖൻ ഫിൽ കുഫർ, അവൻ കുഫറിൽ മുങ്ങിക്കുളിച്ചവനായി. ഗാരിഖൻ, ഈ പദം ചില ആയത്തുകളിൽ ചില ഹദീസുകളൊക്കെ വരുന്നുണ്ട്. ഗാരിഖൻ ഫിൽ കുഫർ, അവൻ കുഫറിൽ മുങ്ങിക്കുളിച്ചവനായി. ഖദിൻ തകസ ഖൽബുഹു, അവന്റെ ഹൃദയം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഫസാറൽ ഹഖു ഇൻദഹു ബാത്തില വൽ ബാത്തിലു ഹഖ, അവന്റെ അടുക്കൽ ഹഖ് ബാത്തിലും ബാത്തിൽ ഹഖുമായി മാറിയിരിക്കുന്നു. അങ്ങനത്തെ ആളാണോ നേർമാർഗത്തിൽ നിലകൊള്ളുന്നവൻ? അതല്ല, നേരെയുള്ള സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവനാണെന്ന്. ഇനി 2ാമത്തെ ആളെ കുറിച്ച് പറയാണ്, വമൻ കാന ആലിമൻ ബിൽ ഹഖ്, ഈ കുഫറിൽ മുങ്ങിക്കുളിച്ച ദുർമാർഗത്തിൽ അതപ്പതിച്ചുപോയ ഹൃദയം കീഴ്മയിൽ മറിഞ്ഞ ഹക്കിനെ ബാത്തിലായും ബാത്തിലിനെ ഹക്കായും മാറിയ അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണോ? അതല്ല, സത്യം അറിഞ്ഞ ഒരാളാണോ നേർമാർഗത്തിലുള്ളത്? ഈ സത്യം അറിഞ്ഞ ഒരാളാരാ? മുഅസ്സിറൻ ലഹു, അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ, ഹക്കിനെ പ്രതിഫലിപ്പിക്കുന്നു. തഅ്സീർ, എന്താ തഅ്സീർ എന്ന് പറഞ്ഞാല്? തഅ്സീർ എന്ന് പറഞ്ഞാൽ എന്താ? തഅ്സീർ എന്ന് പറഞ്ഞാല് അതിന്റെ ജീവിതത്തിൽ അത് കാണാം. അപ്പൊ ഒരുത്ത മുസ്ലിമാന്നുള്ളത് എങ്ങനെ തഅ്സീർ അറിയാം? ഒന്നില് തൊപ്പി ഉണ്ടാവും, അല്ലെങ്കിൽ താടി ഉണ്ടാവും, അല്ലെ? അങ്ങനെ അതാണോ എന്റെ തഅ്സീർ അടയാളം, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം? നമ്മള് ഇതിനെ കുറിച്ച്, സിഹിറിനെ കുറിച്ച് പറയുമ്പോൾ പറയും സിഹിറിന് ഹഖീഖത്തുണ്ട്, തഅ്സീറുണ്ട്. അതായത് യാഥാർത്ഥ്യമുണ്ട്. സിഹിർ ഒരു മനുഷ്യനിൽ ഏറ്റാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. അതാണ് തഅ്സീർ. ഇതന്നെ നമ്മൾ മുസ്ലിം ആണെന്നുള്ളതിന് ചില അടയാളങ്ങളുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്, വമൻ കാന ആലിമൻ ബിൽ ഹഖ്, സത്യമറിഞ്ഞ ഒരാൾ. മുഅസ്സിറൻ ലഹു, അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ. ആമിലൻ ലഹു, അത് പ്രാവർത്തികമാക്കുന്ന ഒരാൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നബിമാർ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചു, ആ കൊണ്ടുവന്നതിന്റെ അനുസരിച്ച് ജീവിച്ചു, അത് പ്രാവർത്തികമാക്കി. യംശി അല സിറാത്തുൽ മുസ്തഖീം ഫി അഖ്വാലിഹി വഅഅമാലിഹി വജമീഇ അഹ്വാലിഹി, ഒരാൾ ചൊവ്വായ മാർഗത്തിലൂടെ നടക്കുകയും, അതായത് ഹിർജുവായത് ചൊവ്വായതെന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ എല്ലാ അവസ്ഥയിലും അവൻ എവിടെയാണ്? സിറാത്തുൽ മുസ്തഖീമിലാണ്. വാക്കിലും മാത്രമല്ല, പ്രവൃത്തിയിലും. ഫീ കുല്ലി ഹാൽ, ഇവിടെ പറഞ്ഞത് വജമീഇ അഹ്വാലിഹി എന്നാണ്. എല്ലാ ഹാലിലും അവൻ ചൊവ്വായ വഴിയിലാണ്. ഇങ്ങനത്തെ ആളും ബാത്തിലും കുഫറിലും ജീവിക്കുന്ന ഒരാളും ഒരുപോലെയാണോ എന്നാണ് ഈ ചോദ്യം. നിങ്ങൾ പറയും ഒരുപോലെയാണോ? അതപ്പോ ഞാൻ ഇപ്പൊ എന്നോട് ചോദിക്കേണ്ടി വരും, പിന്നെ ഒരുപോലെയാണോ? അല്ല, അറിയണ കാര്യം ഒരുപോലെയല്ല. കാരണം ഒരുത്തൻ കുഫറിലാണ്, ബാത്തിലാണ്, വേറൊരാൾ തൗഹീദിലാണ്, ഹഖിലാണ്. രണ്ടും ഒരുപോലെയല്ല, തീർത്തും ഒരുപോലെയല്ല. രാവും പകലും പോലത്തെ വ്യത്യാസമുണ്ട്.
ഇങ്ങനത്തെ ആളും ബാത്തിൽ ജീവിക്കുന്ന ആളും ഒരുപോലെയാണോ എന്നാണ്. ഈ വ്യക്തിയാണ് ശരിക്കും സന്മാർഗി. ഒരിക്കലും ഇവർ ഒരുപോലെയല്ല എന്നാണ്. ഇത് അള്ളാന്റെ ഖുർആന്റെ ഒരു ശൈലിയാണ്. ഞാൻ ആ ശൈലി മനസ്സിലാക്കി തരാൻ വേണ്ടി 1-2 ആയത്തുകൾ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിയിരിക്കണോണ്ട് എഴുതിയിരുത്തോളിയും. 32-ാം അധ്യായം സൂറത്തു സജ്ദ. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ലേ? സൂറത്തു സജ്ദ 18-19 ആയത്ത്. അതുപോലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദ് 28-ാമത്തെ ആയത്ത്. അതുപോലെ 45-ാം അധ്യായം സൂറത്ത് ജാസിയ 21-ാമത്തെ ആയത്ത്. അതുപോലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 19 മുതൽ 22 വരെയുള്ള ആയത്ത്. ഇത്രയും ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ ആയത്ത് മനസ്സിലാക്കാൻ, അതിന്റെ ശൈലി മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ആയത്തുകൾ നോക്കി വയ്ക്കാൻ മതി. അതിൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജ്ദ, സൂറത്ത് സജ്ദ നമ്മളിവിടെ പഠിച്ചതാണ്. സൂറത്ത് സജ്ദ അതിന്റെ 18-19 ആയത്ത് എന്താ ശൈലി എന്നറിയോ? അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖ ലാ യസ്തവൂൻ അമ്മ الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. ഈ ശൈലി സെയിം ശൈലിയാണ്. ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞറിയോ? അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവൻ ഫാസിഖായി കഴിഞ്ഞവനെ പോലെയാണോ? ഒരിക്കലും അല്ല. അതന്നെ എവിടെയും പറഞ്ഞത് അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം. അല്ല, ഒരുത്തൻ കാഫിറും ഫാസിഖുമാണ്. ഓനും സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവർ ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. അതിന്റെ ആശയം ഇവിടെ പറയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ സൽക്കാരമായിക്കൊണ്ട് താമസിക്കാൻ സ്വർഗത്തോപ്പുള്ളത്. ഇവിടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകുന്നത് സ്വർഗാണ്. എന്നാൽ ആ റൂട്ടിൽ നിന്ന് മാറിയിട്ട് തെറ്റിപ്പോയാലോ വഅമ്മല്ലദീന ഫസഖു ഫമഅവാഹുമുന്നാർ. ഫാസിഖീങ്ങൾക്ക് അവരുടെ വാസസ്ഥലം എന്താണ്? നരകമാകുന്നതാണ്. ഇത് എളുപ്പം മനസ്സിലാക്കാനാണ് ഞാൻ അങ്ങനത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞ ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന്. 45-ാമത്തെ അധ്യായം സൂറത്ത് ജാസിയ. ഞാൻ ആ പറഞ്ഞ ആയത്തുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഉദാഹരണമായിട്ടൊന്നും അവിടെ അള്ളാഹ് പറയാണ്, أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ അവര് നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ, അതായത് അവരുടെ രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും തുല്യമായ നിലയിലുമാക്കുമെന്ന്. അപ്പൊ നോക്കി, ഫാസിഖ് വേറെ വിശ്വാസി വേറെ. അതേ ആശയാണ് ഇവിടെ. രണ്ടും രണ്ടാണ്. അത് രണ്ടും ഒരുമിച്ച് ചേരുന്ന ഒരു ബിന്ദുവും ഇല്ല. ഒരിക്കലും അത് ചേരൂല. രണ്ടും രണ്ട് വഴിയിലാണ്. പൊന്തി നിൽക്കുന്ന രണ്ട് വഴി. ഒന്ന് സ്വർഗത്തിലേക്കാ പോണത്, രണ്ടുകൂട്ടരും ദുനിയാവിലാണ്. ചിലപ്പോ രണ്ടുകൂട്ടരും ഉമ്മാന്റെ മക്കളായിട്ട് ജനിച്ചാണ്, രണ്ടും ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മകനാണ്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവനാണ്. ഒരുത്തന്റെ സഞ്ചാരം ഇവൻ കാണുകെ സ്വർഗത്തിലേക്കാണ്. സ്വർഗത്ത് പോണ ആളുടെ സഞ്ചാരം ഇയാൾ കാണുന്നുണ്ട്, ഇയാൾ പോണത് നരകത്തേക്കാണ്. രണ്ടും ഒരേ സ്ഥലത്ത് ജനിച്ചതാ, ചിലപ്പോ ഒരേ മദ്രസയിൽ പഠിച്ചതാ. ഒരുത്തൻ സ്വർഗത്തിന്റെ വഴിയിൽ, മറ്റൊരുത്തൻ നരകത്തിന്റെ വഴിയിൽ. ശരിക്ക് ഈ പഴയ കാലത്തൊക്കെ ഒന്നും പോണ്ട, നമ്മളത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഓരോ ദിവസത്തെ യാത്രയും എവിടേക്കാണ്. ഇന്നിപ്പോ ഈ നേരായി ഇന്നത്തെ വരെ യാത്ര 19 കൊല്ലം, 60 കൊല്ലം, 45 കൊല്ലം, 40 കൊല്ലം, അല്ലെ 70 കൊല്ലം. എവിടുക്കാ? സ്വർഗത്ത് കാണോ? അതല്ല തപ്പിത്തടയോ, ഇടറി വീഴുവോ?
പാലത്തുമ്പോ പിടിച്ചിടുവോ, അവിടുന്ന് കൊളുത്തിട്ട് താഴത്തേക്ക് വലിക്കുവോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തിയാൽ മതി. അതേ സമയങ്ങൾ പരിശോധിച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കിതച്ചും കുതിച്ചോ കൂടിക്കൊണ്ടിരിക്കുമ്പോ അതേപോലെ വേറൊരുത്തൻ ദുനിയാവിന്റെ പളവളപ്പിലാണ്, രസത്തിലാണ്, ഹരത്തിലാണ്, എല്ലാം കണ്ട് ആസ്വദിക്കാൻ അങ്ങനെ പോവാണ്. എന്നാൽ നബി പറഞ്ഞെന്തറിയോ, ഒരു മരത്തിന്റെ ചുവട്ടില് അല്പനേരം തണലേറ്റ് വിശ്രമിച്ചിട്ട് തന്റെ വഴിയാത്ര തുടർന്നവരെ പോലെ അല്ലാതെ മാലി വലി ദുനിയാന്ന്, ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധാന്നാണ്. അതിന്റെ അർത്ഥം തിന്നണ്ട, കുടിക്കണ്ട, കല്യാണം കഴിക്കണ്ട, ഉറങ്ങണ്ട, പണം വേണ്ട, ഒന്നുമല്ല. ഇത് ലക്ഷ്യമല്ല. അതാണ് ലക്ഷ്യം. എന്താണ്? ആഖിറ മാത്രമാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അതാ ലക്ഷ്യം. അവിടേക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മളില്ലേ, ഈ പെട്ടെന്നൊരു ഭൂമിയിൽക്കുണ്ടായി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മളെന്താ ചെയ്യാ? കിട്ടിയത് നുള്ളിപ്പെറുക്കി മക്കളെയും പിടിച്ചിട്ട് ഓടൂലേ? അതേപോലത്തെ ഒരു ഓട്ടാണ്. പരമാവധി അമലുകളൊക്കെ ശേഖരിച്ചിട്ട് അവനവന്റെ മക്കളെ കയ്യും പിടിച്ചിട്ടൊരു ഓട്ടമാണ്. എവിടേക്ക്? നരകത്തുനിന്ന് രക്ഷപ്പെടണം. ശരിക്കും നിങ്ങൾ ആലോചിച്ചൊക്കെ ഉണ്ടോ? അങ്ങനെ തന്നെയാണോ? അതല്ല ഭൂമിയിലൊക്കെ വന്നാലും അതിന്റെ പെരയിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടെങ്കിൽ അതും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും നമ്മള്. സത്യത്തിൽ ഇപ്പൊ നമ്മളതാ ചെയ്യണത്. ഇവിടെ കുലുങ്ങി പൊളിയാനായിക്കണ്, എന്നാലും പറ്റിനോടത്തോളം പോരട്ടെ എന്നാണ്. അത് വീടും തകരും, വീടിന്റെ അകത്ത് കിടന്ന് നമ്മളും തകരും. സത്യത്തിൽ വിശ്വാസം എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഓടുകയാണ്, ദാറുദ്ദുനിയെന്ന് ഓടുകയാണ്. എവിടേക്ക്? ആഹാരത്തിലേക്ക്. ഞാൻ ഈ കുട്ടികളുള്ളതുകൊണ്ടായിട്ട് എളുപ്പം മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മുതിർന്നവർക്കൊന്നും എന്റെ ആവശ്യമില്ല, പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. റബ്ബ് അവിടെ ലക്ഷ്യം വെച്ച് ഓടാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് ഈ ആയത്ത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം? എന്നിട്ട് ഇമാം സഅദി പറഞ്ഞു, ഫബി മുജറദിൻ നളർ ഇലാ ഹാലി ഹാദൈനി റജുലൈൻ, ഈ രണ്ടാളുടെയും അവസ്ഥയിലേക്ക് നോക്കിയിട്ട് യുഅലമുൽ ഫർഖു ബൈനഹുമാ, അവർ രണ്ടാൾക്കുമിടയിലുള്ള വ്യത്യാസം അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ടാൾക്കിടയിലേക്ക് നോക്കിയാൽ ഈ രണ്ടാൾക്കുമിടയിലുള്ള വ്യത്യാസം അറിയാൻ സാധിക്കും. ഒരുത്തൻ മുവഹിദാണ്, മറ്റൊരുത്തൻ മുശ്രിക്കാണ്. ഒരുത്തൻ സ്വർഗത്തിന്റെ വഴിയിലാണ്, മറ്റൊരുത്തൻ നരകത്തിന്റെ വഴിയിലാണ്. വൽ മുഹ്തദി മിനദ്ദാല്ലി മിൻഹുമാ, ദുർമാർഗിയായ വഴിപടച്ച ളാല്ലായ ആളിൽ നിന്ന് സന്മാർഗിയായ ആളെ തിരിച്ചറിയും. വൽ അഹ്വാലു അക്ബറു ഷാഹിദി മിനൽ അഖ്വാൽ, അവസ്ഥകളാണ് വാക്കുകളെക്കാളും ഏറ്റവും വലിയ ദൃക്സാക്ഷി. ഇത് കുറിച്ചൊക്കെ കായികയാണ്. ഒരു മനുഷ്യന്റെ ഹാല് നോക്കിയാൽ മതി, അധികമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമല്ല. എന്താ പറഞ്ഞ്? അവസ്ഥകളാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്ക് ഹയാത്താണ്. ഹയാത്താണ്. ഒരു വീട്ടിൽ ചെന്ന് ഉമ്മ പണ്ട് പറഞ്ഞ തമാശ ഉണ്ട്. സക്കീനാന്റെ അടുത്തെ നെയ്ച്ചോറും കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആമിന പറഞ്ഞു. സക്കീനാന്റെ പരിയത്ത് നെയ്ച്ചോറും ചോറും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആമിന പറഞ്ഞു. ആരോടെ പറഞ്ഞറിയോ? അത് തിന്നോനോട്. അങ്ങനെ ഉണ്ടാവും. വേറെ രസത്തിൽ പറയാനുണ്ട്, കണ്ട അവിടെ നിക്ക്, കേട്ട ഞങ്ങള് പറയട്ടെ. നമ്മൾ ഈ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാണ് ഉദാഹരണം. തെക്കിലൊക്കെ ചെന്നാൽ ഓൽക്ക് ഇത് പറഞ്ഞു കൊടുക്കഞ്ഞ് വേറെ ഷറഹ് പറയേണ്ടി വരും. നിങ്ങൾക്ക് വേഗം ക്ലിക്കാവും. ഇന്ന് പറഞ്ഞ മാതിരിയാണിത്. എന്ത്? ഒരുത്തന്റെ ഹാല് കണ്ടാൽ ആ അവസ്ഥകളാണ് വാക്കുകളെക്കാളും ഏറ്റവും വലിയ ദൃക്സാക്ഷി. പറഞ്ഞറിയിക്കണ്ട, കണ്ടറിയാൻ പറ്റുന്നതാണ്. അല്ലാഹു അക്ബർ. കാരണം എന്താ? ഒരിക്കലും കാഫിറും മുഅ്മിനും സമമാവില്ല എന്നാണ്. കാരണം മുഅ്മിൻ സിറാത്തുൽ മുസ്തഖീമിലാണ്. അലാ സിറാത്തിൻ മുസ്തഖീം എന്നാണ്, ചൊവ്വായ വഴിയിലൂടെയാണ്. ഏതാണത്? അലാ ത്വരീഖിൻ മുസ്തവിൻ ലഅ്വിജാജ ബിഹി വലൻഹിറാഫ ഫി, വളവുകളോ വ്യതിയാനമോ ഇല്ലാത്ത സമനിരപ്പായ പാത, അതാണ് സിറാത്തുൽ മുസ്തഖീം. അലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ അലാ ത്വരീഖിൻ വാദിഹിൻ ബയ്യിനിൻ, തെളിഞ്ഞതും വ്യക്തവുമായ പാതയിൽ. അതാണ് ശരിക്കും സിറാത്തുൽ മുസ്തഖീം. ആ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ പാതയിലാക്കണേന്നാണ് മഗ്രിബിന് പോലും 3 തവണ നമ്മൾ ചോദിച്ചത്. സിറാത്തുൽ മുസ്തഖീമിലാക്കണേന്ന്. അപ്പോ ആയാ മാത്രം പോരാ, അവിടെ തന്നെ നിലനിൽക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. സിയാദത്തിന് വേണ്ടി, ഹുദയുടെ സിയാദത്തിന് വേണ്ടി, അതിന്റെ വർധനവിന് വേണ്ടി അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കുമാറാകട്ടെ. ഇതിനെ വിവരിക്കുന്നിടത്ത്
രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുഖിബ്ബൻ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞല്ലോ. മുഖിബ്ബൻ അലാ വജ്ഹിഹി അത് ഇതിൽ ആദ്യം പറഞ്ഞ വാക്കാണ്. അത് ഞാൻ രണ്ടാമതായി പറയാണ്. അത് മുഖം നിലത്ത് കുത്തിയവൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രയോഗമല്ല. കാരണം എന്താ വെച്ചാല് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, മുഖം നിലത്ത് കുത്തിയവരായി ഒരു വിഭാഗം കൊണ്ടുവരപ്പെടുന്നതാണ്. എങ്ങനെ മുഖം നിലത്ത് കുത്താം? നമ്മളെ കൈ നിലത്ത് കുത്തലുണ്ട്, കാല് നിലത്ത് കുത്തലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അവകാശികളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ അതിന്റെ 97-ാമത്തെ ആയത്തിലുള്ള പറയുന്ന വാക്കെന്നറിയോ? വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. ഖിയാമത്തിന്റെ നാളിൽ മുഖം നിലത്തു കുത്തിയവരായിക്കൊണ്ടും അന്ധരും ഊമകളും ബധിരരുമായിക്കൊണ്ടും കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, സംസാരിക്കാനും കഴിയില്ല. അങ്ങനെ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇത് ആലങ്കാരികല്ല, മജാസിയല്ല, ഹഖീഖിയ. എത്രത്തോളം അവരുടെ സങ്കേതം നരകമത്രേ എന്നാണ് അള്ളാഹു പറയാൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 97-ാമത്തെ ആയത്ത്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞു വന്നത് മുഖം നിലത്തു കുത്തിയവനായി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രയോഗമല്ല. അല്ലാഹു തആല ഒരിക്കലും ഇല്ലാത്തത് ഉപമയായി പറയാറില്ല. ഇല്ലാത്തത് ഉപമയായി പറയാറില്ല. നമ്മൾ ചിലപ്പോൾ ഉപമക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത പറയും, സങ്കല്പിച്ചു പറയും. പക്ഷെ അല്ലാഹു തആല ഒരിക്കലും ഉപമ പറയുന്നിടത്ത് ഇല്ലാത്തത് പറയൂല. ഹഖീഖിയായത്, യാഥാർത്ഥ്യമുള്ളത് മാത്രമല്ല പറയുള്ളൂ. ഈ ശൈലി, മുഖം നിലത്തു കുത്തിയവരായി വരുമെന്ന ശൈലി നിരവധി ആയത്തുകൾ കാണാൻ പറ്റും. 27-ാം അധ്യായം സൂറത്തുൻ നംല് 90-ാമത്തെ ആയത്ത്, 54-ാം അധ്യായം 48-ാമത്തെ ആയത്ത്, സൂറത്ത് ഇബ്രാഹിം 50-ാമത്തെ ആയത്ത്. പല സ്ഥലത്തുള്ള പറഞ്ഞിട്ട് മനുഷ്യരുടെ മുഖം നിലത്തു കുത്തിയവരെ നരകത്തിലൂടെ വലിച്ചിഴക്കപ്പെടുന്നവരായി വരുമെന്നത്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഇതാരാണ് എന്നിടത്ത് ഒരു ചർച്ച ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അള്ളാഹു ഒരു കാര്യം തമാശിട്ട് പറയില്ല, വെറുതെ പറയില്ല. ഏതായത്തിനും ഒരു പശ്ചാത്തലം ഉണ്ടാവും. ഏതായത്തിലും ഇതിന് പ്രാഥമികമായ ഒരു പഠനം ഉണ്ടാവും. ഇത് ഇറങ്ങിയത് ഏതെങ്കിലും വ്യക്തികളുടെ വിഷയത്തിലായിരിക്കും. ഇവിടെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ പറ്റും. അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി എന്ന ഈ ആയത്ത്, നമ്മളിപ്പോ ഓതിയ ഈ ആയത്ത്, അപ്പോൾ തന്റെ മുഖം കുത്തി നടക്കുന്നവൻ ആണോ കൂടുതലായി നേർമാർഗം പ്രാപിച്ചെന്ന് പറഞ്ഞല്ലോ. അതാരാണ്? ഖാല ഹുവൽ കാഫിർ, അവൻ കാഫിറാണ്. അമില ബിമഅസിയത്തില്ലാഹ്, എന്താണ് അവന്റെ കുഴപ്പം? അവൻ അള്ളാഹുവിനോട് മഅസിയത്ത് കാണിച്ചു, അഥവാ അനുസരണക്കേട് കാണിച്ചു, മഅസിയത്ത് പ്രവർത്തിച്ചു. ഫഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ വജ്ഹിഹി, അതിനാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ അവന്റെ മുഖത്തിന്മേൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. കയ്യും കാലായിട്ടല്ല, മുഖത്ത് ഒരുമിച്ച് കൂട്ടുന്നതാണ്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പറഞ്ഞ 2-3 കാര്യം, ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ പൂർവികരെ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി പറയാണ്, ഈ ആയത്തിൽ പറഞ്ഞ മുഖം കുത്തി നടന്നവൻ, അല്ലെങ്കിൽ അമ്മ യംശി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം, ചൊവ്വായ പാതയിലൂടെ നേരെ നടക്കുന്നവൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? രണ്ടാള്, ഒന്ന് കാഫിർ, ഒന്ന് പറയും, ഒന്ന് കാഫിറാണ്, ഒന്ന് മുവഹിദാണ്. ഈ കാഫിർ ആരാണ് മുവഹിദ്? ആ ചർച്ചയിൽ കാണാം ഇത് അബൂജഹലിനെ കുറിച്ചുള്ളതാണെന്നാണ്. ആരെക്കുറിച്ചാണ്? അബൂജഹലിനെ കുറിച്ചാണ്. അത് അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂജഹലാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തത് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞത് ആരാ? അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഈ രണ്ടാളും ഒരുപോലെയാണോ എന്നാണ്. ഒരുപോലെയാണോ? എന്തെങ്കിലും ഉണ്ടാത്ത ഒരുപോലെയാണോ? അല്ല. അബൂബക്കറും ഫിൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, സ്വർഗ്ഗത്തിലാണ്. അബൂജഹലോ നരകത്തിലാണ്. ഒരുപോലെയാണോ? ഒരുപോലെയല്ല. വേറെയും തഫ്സീർ കാണാൻ പറ്റും. അദ്ദേഹം തന്നെ പറയാ, ഇത് ഹംസ റളിയല്ലാഹു തആല അൻഹു ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. അതുപോലെ അമ്മാർ ഇബ്നു യാസിർ ആണ് എന്നും അഭിപ്രായമുണ്ട്. ഖാലഹു
ഇക്രിമ റഹിമഹുല്ല, പ്രമുഖ മുഫസ്സിറായ ഇക്രിമ താബികളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം നൽകിയ തഫ്സീർ ഇമാം ഖുർത്തുബി എടുത്തു കൊടുക്കാൻ. അപ്പോ അബൂബക്കറാകാം റളിയല്ലാഹു തആല, ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല ആകാം, അതുപോലെ അമ്മാർ ഇബ്നു യാസിർ ആകാം, അതല്ല സഹാബികളിൽ ആരുമാകാം, അല്ലെങ്കിൽ സഹാബികൾ മൊത്തത്തിലാകാം, മുഅ്മിനീങ്ങൾ മൊത്തത്തിലാകാം. ഇപ്പുറത്ത് കാഫിർ എന്ന് പറയുന്നത് അബൂജഹലാകാം, ഉത്ബത്താകാം, ഷൈബയാകാം. അന്ന് കുഫാർ മക്കയിൽ ജീവിച്ച, ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത കാഫിറായി തന്നെ മരിച്ചുപോയവരാകാം. അതല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ കാഫിറായി ജീവിക്കുന്നവരാരുമാകാം. ഖാസുണ്ട് തഫ്സീർ, ആമുണ്ട് തഫ്സീർ, രണ്ട് നിലക്കും. ഇത് ഖാസായ തഫ്സീറാണ്. നേരത്തെ എത്ര നമ്മൾ വായിച്ചത് അൽബാനി ഇമാം സഅദി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറുള്ളത് ആമായ തഫ്സീറാണ്. ഇമാം ഖുർത്തുബി നൽകിയത് ഖാസായ തഫ്സീറാണ്. പ്രത്യേകം ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ടാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അബൂബക്കറാകാം, ഇപ്പുറത്ത് അബൂജഹലാകാം. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വിശ്വാസികൾ മൊത്തത്തിലാണ്, വിശ്വാസികളല്ലാത്തവർ അപ്പുറത്തുമാണ്. വല്ലാഹു തആല അഅലം. ഇമാം ശൗക്കാനി റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അദ്ദേഹത്തിന് ഫത്ഹുൽ ഖദീറിൽ അദ്ദേഹം കൊടുക്കുന്നത്, ഒരാൾ തന്റെ മുഖങ്ങളിലായി നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, എന്നാൽ നേർമാർഗത്തിൽ നടന്നവൻ അവന്റെ രണ്ട് പാദങ്ങളിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന. ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. വഴിപഴച്ചവൻ മുഖത്തിലായി നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അവൻ അല്ലാഹു പരലോകത്തുനിന്ന് നരകത്ത് കൊണ്ടുവരുന്നത് മുഖം കൊണ്ടാണ്. മുഖമാണ് നിലത്തൂത്തുന്നത്. എന്നാല് സിറാത്തുൽ മുസ്തഖീമിലൂടെ നടന്നവൻ, ദുനിയാവിൽ ചൊവ്വായ വഴിയിൽ ജീവിച്ചവൻ, അവന്റെ രണ്ട് കാൽപാദങ്ങളിലായിട്ടാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നതാണ്. രണ്ടും ഒരുപോലെയാണോ? ആണോ? ഒരിക്കലല്ല, രണ്ടും ഒരുപോലെയല്ല. അല്ലാഹു തആല ഈ പറഞ്ഞ മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇതിനെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. أمن يمشي سويا على صراط مستقيم. ما شاء الله، بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.